പെണ്ണ് കിട്ടും അല്ലാണ്ട് കുഴപ്പമില്ല. എന്ത് പെണ്ണ് കിട്ടേണ്ട കുഴപ്പമില്ല, അവള് വരും. നമ്മളിങ്ങനെ എത്ര കണ്ടിട്ടുള്ളതാ, അതുപോലെ തന്നെ ഇതും ഉണ്ടാവുള്ളൂ. നമസ്കാരം. ന്യൂസ് സ്റ്റാർ വിഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. തകരാറിലായ ജപ്പാൻ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതായി വാട്ടർ അതോറിറ്റി അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ കുടിവെള്ള ലഭ്യത പുനഃസ്ഥാപിക്കും. അരൂർ പാലത്തിൽ നിന്ന് ചാടിയ വിദ്യാർത്ഥിനിയെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോളക്കാടൻ കവലയിൽ നിന്നും പെൺകുട്ടിയെ കാണാതെ സംഭവത്തിലെ ദുരൂഹത തുടരുന്നു. പ്രദേശത്ത് സംഘർഷ സാധ്യത, നിയന്ത്രണ വിധേയമെന്ന് പോലീസ്. വിശദമായ വാർത്തകൾ രാത്രി 8 മണിക്ക് നിങ്ങളുടെ ന്യൂസ് സ്റ്റാർ വിഷൻ ചാനലിൽ കാണാം. ആരാ വിനുവാണ്? ആടാ അതാ വിനുവാ. അണ്ണാ ഓ അരവിന്ദൻ വന്നാ? ഇല്ലടാ വന്നില്ല. ഇരിക്ക്, എടി കട്ടൻ എടുക്കാം. വേണ്ട. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അജീനെയും വിജീനെയും ചേർത്തല ടൗണിൽ വെച്ചിട്ട് പാർട്ടിക്കാർ തല്ലിയായിരുന്നല്ലോ. അത് പാർട്ടിക്കാർ പെണ്ണിന്റെ സ്വന്തക്കാരായോണ്ടാ, അല്ലാതെ പാർട്ടിക്കാരായോണ്ട് തല്ലിയതല്ല. അതിന്റെ പേരും പറഞ്ഞ് BRSന്റെ പിള്ളേർ എന്ന് പറഞ്ഞ പാൽക്കാരൻ കുട്ടനെ ടൗണിൽ വെച്ച് തല്ലി. അതിന് ഞങ്ങൾ പ്രതികരിക്കും. കുട്ടൻ LC മെമ്പറാ. അതുകൊണ്ട് അരവിന്ദനോട് പറഞ്ഞ് തീർക്കാൻ പറ. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. അരവിന്ദൻ വരികയാണ്, എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞേ. അണ്ണാ, പെണ്ണിനെ പറ്റി വല്ല വിവരമുണ്ടോ? അറിയില്ല. നാട്ടിലൊരു വർത്താനം എന്തുവാണ്? വാ പൊടി, ഞങ്ങൾ വരുന്നേ. അപ്പൊ ശരി. പാലൂട്ടിനെ തല്ലിയല്ലേ? അവിടെ ഗുരുമന്ദിരം കവലയില് പോലീസ് എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ രാജപ്പൻ INDPI കാരനല്ലേ? അവനെന്താ BRSകാര് തല്ലാഞ്ഞ്? പാർട്ടിക്കാർ കാര്യകാലത്തിൽ കയറി തല്ലിയെന്ന് പറഞ്ഞ് ടൗണിലൊരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. ചായക്ക് കിടപ്പുണ്ടല്ലോ ചേട്ടാ. അവന്മാര് പിടിച്ചോ? ആ, അവന്മാർക്ക് വേണ്ടിയാ. എന്തെങ്കിലും കഴിക്കടാ വാങ്ങിട്ട്. ഓ, എനിക്ക് അയച്ചേട്ടാ, ഇതാ കുടിക്കടാ. വേണ്ടേ? ഹലോ, ആ പറയടമ്മോ. ഇവിടെ വിളിച്ചോണ്ട് നിർത്തണ്ട ചേട്ടാ. ഞാൻ അവിടെ വെച്ചുകൊണ്ട് അടുത്തുണ്ട്. നിനക്ക് സിറ്റുവേഷൻ അറിയില്ലേ? അത് തന്നെ എനിക്കും ചോദിക്കാനല്ലേ. എന്റെ സിറ്റുവേഷൻ എന്താ അജി മനസ്സിലാക്കാത്തെ? നിന്റെ സിറ്റുവേഷൻ എന്താ? അവിടെ അച്ഛനമ്മയൊക്കെ ഇല്ലേ? അജി നിർത്ത്. ഇതേപോലെ എന്റെ അച്ഛനമ്മയെ വേണ്ടെന്ന് വെച്ചാൽ നിന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നേ. അത് നിന്റെ അച്ഛനമ്മയുടെ കൂടെ ഇരിക്കാനല്ല, നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാ. അയ്യോ, നിന്റെ അച്ഛനമ്മയെ പോലെയല്ല. അല്ല, നിന്റെ അച്ഛനമ്മയെ പോലെയല്ല. അമ്മ ഭയങ്കര കോമഡി. നേരത്തെ പോലെയൊന്നുമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ഒരാളാണ്. ഇൻസൾട്ട് ചെയ്യല അജി. മനസ്സിലായോ? മനസ്സിലായോ അജിക്ക്? ഹലോ, ഇതാണല്ലോ അണ്ണൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മാത്രം മനസ്സിലാവുന്ന കാര്യം. എത്ര നേരം ഇട വിശന്നിരിക്കാൻ തുടങ്ങി. നേരം വെളുത്തപ്പോൾ ഇറങ്ങിയാണ്. ആരുടെ വിളിച്ചേ? കാവ്യാണ്. എന്തു പറഞ്ഞു? അത് എനിക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞ് മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അയച്ചേട്ടൻ്റെ ആദ്യ രാത്രി ആയിരുന്നല്ലേ? അജി ചേട്ടൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. ആരാടാ? അവന്മാരാ. ചേട്ടാ, ഒരു കട ഞാൻ കൂടി തരും. ഒന്ന് പോയടാ അവിടെ. എടാ വിജി, നീ ടെൻഷനും കുൻഷനും ആവണ്ട. നമ്മുടെ ഗോപിച്ചേട്ടന്റെ മോളല്ലേടാ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കടാ. ഇനി വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം, എനിക്ക് പേടിയില്ല. ഒന്നുമില്ല, അവള് പോവാണ പോയിക്കോട്ടെ. താണി അവരുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ വിളിക്കാം. എടാ, കുറച്ചാൾ മുമ്പ് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുടാ പെണ്ണിന്. ഞാൻ കുറെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള. ഇത് മൊത്തം എന്റെ കുറ്റമാണോ? ഒരു തോന്നല് പോലെ. വിജി, ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ആലോചിച്ചിട്ട് നിന്റെ ഭാഗത്ത് ഒരു കുറ്റമില്ല. നീ ചെയ്തെല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ നിന്റെ കൂടെ ഞാനില്ല, പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? പേടിക്കാതെ. എന്തായി? എടാ, അജി ഒന്ന് വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോണേ. അവിടെ ആരെങ്കിലും വേണ്ടേ? നിന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി വന്നല്ലേ? ആ, ശരിയായി ചേട്ടാ. എന്തായാലും നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചേട്ടൻ തന്നെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? പിന്നെ നീ വിട്ടോടാ, അവിടെ അണ്ണനും പറ്റിക്കല്ലേ. പിന്നെ മാമന്റെ വീട്ടില് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഇവിടെ എന്താ കാര്യം? നീ വീട്ടിൽ പോവും. ഉള്ളതാണ്. ഫോണിൽ ചാർജ് ഇല്ലേ? അവിടെ കുത്താം ചാർജ്. പിന്നെ കാവ്യയുടെ വീട്ടിൽ നിന്ന് വേറെ സീനൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ അച്ഛനമ്മ, ഇവിടെ അച്ഛനമ്മ. ഓംലേറ്റ് ഒന്ന് കുറച്ച് മതി കേട്ടാ. നീ ടെൻഷൻ അടിക്കണ്ട.
വീടിന്റെ അവിടെ കുറച്ചൊരു കാവലം കിട്ടും. കാവല? എന്തിനു കാവല്? അത് എടാ, നിന്നെ പെണ്ണിന്റെ പാർട്ടിക്കാർ കാര്യാലയത്തിൽ വെച്ച് തല്ലിയില്ലേ, അതിന് പകരമായിട്ട് അവർ പാൽക്കുട്ടൻ ജംഗ്ഷനിലെടുത്ത് തല്ലി. BRS-കാര്. എടാ, പെണ്ണിന്റെ വീട്ടുകാർ എന്നെ തല്ലൂലേ? അത് സ്വാഭാവികമല്ലേ? പാൽക്കുട്ടിനെ തല്ലുന്ന എന്തിനാ? എനിക്കറിയാൻ പാടില്ല ഇവരെ നമ്മൾ സഹായിക്കാനാണോ ദ്രോഹിക്കാനാണോ. ഇതെന്താ പരിപാടിയാ? എനിക്കൊന്നും മനസ്സിലായി. മനുഷ്യനെ സമാധാനം കളയാനായിട്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ. അവിടെ എണ്ണോ ഒറ്റയ്ക്കല്ലുള്ളൂ. പിന്നെ എനിക്ക് കാവ്യമൊന്ന് കാണണം. അല്ല, നീ വിട്ടോ, കുഴപ്പമില്ല. അവളുടെ മൂത്തുമ്മയുടെ ബലിയുടെ അച്ഛൻ നേരത്തെ എഴുന്നിട്ടപ്പോൾ ഇതൊക്കെ ബോധിപ്പിക്കുന്നതിന് നീ വിട്ടോളാ, കുഴപ്പമില്ല. ഞാൻ വഴിക്കിറക്കി വിടല്ല. നീ ചുമ്മാ ഓവറാക്കല്ലേ അജി, നീ പോയിക്കോ. എവിടാടി? ഓ ഇല്ല ഇല്ല, കൂടെ ഉണ്ടാവണം. അവൻ നമ്മുടെ വെച്ചല്ലടാ. ഞാൻ പോടാ. എടാ, നിനക്ക് വണ്ടി വേണ്ട? ഞാൻ അവരോട് വിളിച്ച് പോയി പോവാം. എന്തോടാ സിഗരറ്റ് നിനക്ക് വേണം? എന്റെ മെത്തരടിയിലുണ്ട്. ശരി ശരി, അജി നേരിട്ട് വിളിച്ചേക്കണം. അപ്പൊ ഞാൻ വിളിക്കണം. നമ്മുടെ അരവിന്ദൻ ചേട്ടനെ ആരോ കോടതിക്ക് അവരെ വെച്ച് തല്ലി. ആശുപത്രില്ല. എന്തിന്? അതുകൊണ്ട് അവനോട് ബൈക്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഇതെന്ത് കൊണ്ടാരാണ്? നീ വാ, എന്താ എന്തെങ്കിലും കഴിക്കാം. വാ. ചേട്ടാ ദോശ എടുത്തോ. 3 എടുക്കട്ടെ? എടാ വിജി വലിക്കാൻ പോകുന്നത്, ഇനിയിപ്പോ ദോശ കഴിച്ചിട്ട് വലിക്കാടാ. ഞാൻ കഴിക്കുന്നില്ല, എനിക്കൊരു മൂടില്ല. വിജി നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ആരോഗ്യം കിലോയൊക്കെ വേണം കേട്ടോ, പറഞ്ഞേക്കാം. എടാ, അവള് രാവിലെ മുതൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. അവൾ എവിടെയാണ്, എന്താണ്, എന്ത് പറ്റി, ഒരു പിടിയില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ കുറെ നാൾ സ്നേഹിച്ച പെണ്ണല്ലടാ. എനിക്ക് ഭയങ്കര മിസ്സിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. എടാ, നമ്മൾ മാത്രമല്ല പോലീസും അന്വേഷിക്കുന്നില്ലേ? പോലീസ് ഇവനെ അന്വേഷിക്കുന്നില്ലേ? ഇവിടെ കിടക്കണം ഇവനെ പോലീസിനും കിലീസിനും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ എവിടെ കിടക്കണം പെണ്ണെ കണ്ടുപിടിക്കാൻ പോകുന്നേ? എടാ കുട്ടാ, എടാ ഒരു ഓംലെറ്റ് കഴിച്ചിട്ട് പോടാ. ഓ, എനിക്ക് വേണ്ട. നിനക്ക് ദോശയല്ലേ വേണ്ടാത്തത്? ടൗണിൽ അടിയടക്കുക, പിന്നെ ഒന്നും കിട്ടത്തില്ലേ. ചേട്ടാ കുഴപ്പമില്ല, ദോശ എടുത്തു. ആരോല്ലെന്നേ. എടാ എടാ വന്ന് കഴിച്ചിട്ട് പോടാ. ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, അവൻ കഴിക്കും. നിങ്ങൾ ദോശ എടു. ഇറങ്ങോണ്ട ഇറങ്ങോണ്ട. ഒരു മിനിറ്റ്, ഇവളെ ഇതിനു മുമ്പ് നിന്റെ വീട്ടിൽ ആരോടും സംസാരിച്ചിട്ടുണ്ടോ? ആ, ഒരു പ്രാവശ്യം അമ്മ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ വളയ്ക്കുന്ന സമയത്ത്. ഒരു കാര്യം, നമുക്കൊരു സെന്റിമെന്റ്സിന് വേണ്ടിട്ടെ അമ്മ ആശുപത്രിയിലാന്ന് പറ. ഒന്നും ശരിയാവൂല. പിടിച്ചു. എടാ കുഴപ്പമില്ല, അത് വർക്കാവും. അത് പറ. കോൾ എടുത്ത അമ്മ ആശുപത്രിയിലാന്ന് പറ. ശരിയാവൂലെന്ന്. ഹലോ ഹലോ ഹലോ, റാണി, റാണി, മുത്തേ, മോളെ, നീ എവിടെയാ മോളെ? ഹലോ റാണി, റാണി, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് സമയം എന്തായിരുന്നു? വല്ല പിടിയുണ്ടോ റാണി? നീ എവിടെയാന്ന് ഒന്ന് പറ. റാണി, റാണി, എന്തെങ്കിലും ഒന്ന് പറ റാണി, പ്ലീസ്. റാണി, എൻ്റെ അമ്മ ആശുപത്രിയില്ല. എനിക്കൊന്നും അവിടെ പോകാൻ പോലും പറ്റിയിട്ടില്ല. ഇവിടെ നാട്ടിലൊക്കെ വലിയ അടിപിടി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആകെ പ്രശ്നം, ആൾക്കാരൊക്കെ ആശുപത്രിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. റാണി, നീ എവിടെയാന്ന് ഒന്ന് പറ റാണി, പ്ലീസ്. നിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഹലോ, നിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ആശുപത്രി മുഴുവൻ പോലീസുകാരാണല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലല്ലോ. ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ട് നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്റെ വീട്ടിൽ വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. നാട്ടിൽ ഭയങ്കര അടിപിടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നെ കിട്ടാത്തോണ്ട് അജീനെ വരെ പോലീസുകാർ എന്നെ കിട്ടാത്തോണ്ട് എന്റെ ചേട്ടൻ അജീനെ വരെ പോലീസുകാർ കൊണ്ടുപോയിക്കുവാ. അറിയാവോ? ഭയങ്കര ബഹളമാണ് റാണി ഇവിടെ. നീ എവിടെയാന്നൊന്ന് പറ മോളെ, പ്ലീസ്. എത്ര മണിയായ നിനക്ക് വല്ല പിടിയുണ്ടോ റാണി? റാണി, ഓക്കെ റാണി, റാണി, നീ എവിടെയാണെന്നൊന്ന് പറ. എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിന്നെ കാണാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിച്ച് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമല്ലോ, അല്ലേ റാണി? നമുക്ക് കേട്ടാം. അല്ല, നമുക്ക് കല്യാണം കഴിക്കാം. എന്നിട്ട് അല്ല, സത്യം 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 നമുക്ക് ഊട്ടിയിൽ മറ്റേ സുഭാഷിന്റെ റിസോർട്ടിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ ഏതെങ്കിലും ചെറിയൊരു അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കാം, അല്ലേ? അപ്പൊ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? പൊന്നു മോളെ റാണി, മുത്തേ, നീ എവിടെയാന്നൊന്നും പറയടി റാണി. മുത്തേ, മോളെ, എവിടെയാന്നൊന്നും പറ റാണി, പ്ലീസ്. എന്തോടാ? എന്റെ മോൾ എവിടെയാന്നൊന്നും പറയോ, പ്ലീസ്. ഞാനിപ്പോ ബസ്സിലാടാ. എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാ? എന്താടാ? മോളിരിക്കുന്ന വണ്ടി എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാ? എങ്ങോട്ടാ ടിക്കറ്റ് എടുത്ത എന്റെ മോള്? എനിക്ക് അറിയില്ലടാ, ഞാൻ ഓർക്കുന്നില്ല. മുത്ത് മറന്നു പോയതായിരിക്കും. അത് സാരമില്ല, സാരമില്ല. അപ്പൊ മോളൊന്ന് മേളിലേക്ക് നോക്കിയേ.
അല്ല മുത്തൊന്ന് പുറത്തേക്ക് നോക്കി എന്നിട്ട് വണ്ടി എവിടം വരെ എത്തിയെന്ന് ഒന്ന് നോക്കി പറഞ്ഞേ. സ്ഥലം ഏതുവരെയാണെന്നൊന്ന് നോക്കി. മുത്ത് ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണാലോ വണ്ടി എവിടം വരെ എത്തിയെന്ന്. എവിടെയെങ്കിലും സ്ഥലത്തിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ വണ്ടി എവിടം വരെ എത്തിയെന്ന് ഒന്ന് പറഞ്ഞേ. പുറത്ത് നല്ല മഴയാടാ, ഷട്ടർ ഇട്ടിരിക്കുവാ, എനിക്ക് നോക്കാൻ പറ്റില്ല. ഷട്ടർ ഇട്ടിരിക്കല്ലേ, അപ്പൊ പിന്നെ മുത്തിനൊന്നും കാണത്തില്ലായിരിക്കും. അപ്പൊ മോള് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചു നോക്കെ ഇതെങ്ങോട്ടേക്കുള്ള ബസ്സാന്നൊന്ന് ചോദിച്ചു നോക്കെ. അപ്പൊ നമുക്കറിയാലോ. എന്താടാ മോള് ബസ്സില് മോളുടെ ഇപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചു നോക്കിയേ ഇതെങ്ങോട്ടേക്കുള്ള ബസ്സാന്ന്. അടുത്ത ആരുമില്ലടാ, ഞാനും കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. നീ കണ്ടക്ടർ ഡ്രൈവർ മാത്രമുള്ളല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ വേറെന്ത് ചെയ്യാനാ? മോള് കണ്ടക്ടറോടൊന്ന് ചോദിച്ചു നോക്ക് വണ്ടി എങ്ങോട്ടേക്കുള്ളാന്ന്. കണ്ടക്ടർക്ക് അറിയായിരിക്കുമല്ലോ. എന്താടാ? എന്റെ മോള് ആ ബസ്. ഹലോ, നീ ലൗഡ് സ്പീക്കറിലാണോ? എന്താടാ? നീ ലൗഡ് സ്പീക്കറിലാണോന്ന്? അല്ല, എന്റെ മോള് വണ്ടിയുടെ കണ്ടക്ടറോടൊന്ന് ചോദിച്ചു നോക്കി എങ്ങോട്ടേക്കുള്ള ബസ്. കണ്ടക്ടർ നല്ല ഉറക്കമാടാ, എനിക്ക് ചോദിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവറോടൊന്ന് ചോദിച്ചു നോക്ക് ഇത് എങ്ങോട്ടേക്കാ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. ഡ്രൈവർക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? എന്താടാ? എന്റെ മുത്ത് ആ വണ്ടിയുടെ ഡ്രൈവറോടൊന്ന് ചോദിക്കുക എങ്ങോട്ടേക്കുള്ള ബസ്സാന്ന്. അതോ നിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഉറക്കമാണ്.